പഠനമൊക്കെ കഴിഞ്ഞ് 2022-ലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പം ആക്ച്വലി 2026 ആയിട്ടുള്ളെങ്കിലും ഞാനൊരു 3-4 കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു അക്കൗണ്ടന്റ് ആണ് കേട്ടോ. എന്താണ് 3-4 കമ്പനി നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അതായത് ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനിയിൽ കയറുമ്പോൾ അവിടുത്തെ സാലറി ഇഷ്യൂസ് ആയിരിക്കാം, മേ ബി അവിടുത്തെ വർക്ക് പ്രഷർ ആയിരിക്കാം. അപ്പൊ എന്നെ തന്നെ അടിച്ചമർത്തിക്കൊണ്ട് ഞാനൊരു സ്ഥലത്തും നിൽക്കാറില്ല. എനിക്ക് പറ്റണില്ല എന്ന് കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് മാറാണ് ചെയ്യാറ്. അത് ഇന്ന് വരെ എനിക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എല്ലാവരുടെ ലൈഫിൽ അങ്ങനെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ നമ്മൾ കടിച്ചു പിടിച്ച് നിൽക്കേണ്ടി വന്നാലായിരിക്കും നമ്മൾക്ക് സക്സസ് ആവുക. പക്ഷെ എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് ഗുണമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. ഞാൻ കാക്കനാട് ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് 7:15 പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തുന്നത് 8:15 കേട്ടോ. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ട്രാവലിംഗ് ഒക്കെ. ഡെയിലി 4 hours ട്രാവൽ ചെയ്യണം. മോർണിംഗ് 2, ഈവനിങ് 2 hours. അപ്പൊ ഇങ്ങനെ ചിന്തിക്കാൻ കുറെ സമയമുണ്ട്, ഉറങ്ങാനും കുറെ സമയമുണ്ട്. ആദ്യത്തെ ടൈമിലൊക്കെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു. പിന്നെ കമ്പനിയിലെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എൻ്റെ ഉറക്കവും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ടെൻഷനായി. അപ്പോൾ വണ്ടി കയറിയിരുന്ന ഉറക്കമൊന്നും വരില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് പൊട്ടി പുറപ്പെട്ടതാണ് രണ്ടാമത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു തോട്ട്. അതായത് സ്റ്റാർട്ട് അല്ല, റീസ്റ്റാർട്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് പക്ഷെ അത്ര സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയുടെ ഭാഗത്തുനിന്ന്. ജോലി കിട്ടിയിട്ട് നീ എന്തെങ്കിലും ചെയ്തോ അങ്ങനെയായിരുന്നു. അപ്പൊ പിന്നെ ജോലി കിട്ടിയല്ലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യാം. കാരണം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് അത്ര മാനസിക സന്തോഷമൊന്നുമില്ല. സോ എന്തെങ്കിലും ഒരു പോയിന്റിൽ നമുക്കൊരു ഹാപ്പിനെസ് വേണമല്ലോ. എനിക്കാണെങ്കിൽ എഡിറ്റ് ചെയ്യാനും വീഡിയോസ് എടുക്കാനും അതിനൊന്ന് ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ ആക്കി മാറ്റി അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ക്രേസാണ് സംഭവമാണ്. ഞാൻ അഡിക്റ്റഡ് ആണ് അതിന്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാന്ന്. അങ്ങനെ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് 7:15 പോയിട്ട് രാത്രി 8:15 വീട്ടിലെത്തുന്ന ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഡെയിലി മുടങ്ങാതെ ഓരോ വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് 4 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ബിഗ് യൂട്യൂബ് ഫാമിലിയിലാണ് കേട്ടോ. 1300 വീഡിയോസിന് മേലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഈ ഒരു വർഷം 1.25 വർഷത്തിനിടയ്ക്ക്. ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഞങ്ങളോട് പറയണേന്ന് വെച്ചാല്, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെന്ന് എന്റെ മെയിലും എന്റെ ഇൻസ്റ്റഗ്രാം ഡിഎമ്മും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാറുണ്ട്. നിങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് മിനിറ്റിൽ ഇതേ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ. ഇനി എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നും കാര്യങ്ങൾക്കൊക്കെ ഓൾറെഡി യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്. അത് കണ്ടു പഠിച്ച് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് തരാനുള്ളൊരു മോട്ടിവേഷൻ. കയ്യിൽ വെറുതെ കളയാനായിട്ട് ഒരു 5 മിനിറ്റ് പോലും എനിക്കിപ്പോൾ ലൈഫിൽ ഇല്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റൂ കേട്ടോ.